പ്രിയമുള്ളവരെ, വചനജ്വാല 1365 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 27 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മെയ് മാസം അടക്കം 27-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ 119-ാം സങ്കീർത്തനം 87 മുതൽ 108 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രമിക്കുക. അവർ എന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാനായി, എന്നാലും ഞാൻ അങ്ങയുടെ നിയമങ്ങളെ ഉപേക്ഷിച്ചില്ല. കരുണ തോന്നി എൻ്റെ ജീവൻ രക്ഷിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കൽപ്പനകൾ ഞാൻ അനുസരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. അങ്ങയുടെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവിടുന്ന് നിശ്ചയിച്ച പ്രകാരം ഇന്നും എല്ലാം നിലനിൽക്കുന്നു. എന്തെന്നാൽ സകലതും അങ്ങയെ സേവിക്കുന്നു. അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കുകയില്ല. അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ തന്നത്. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. അവിടുന്ന് എനിക്ക് ജീവൻ തന്നത്. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു. ദുഷ്ടർ എന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു. എന്നാൽ ഞാൻ അങ്ങയുടെ കൽപ്പനകളെ പറ്റി ചിന്തിക്കുന്നു. എല്ലാ പരിപൂർണതയ്ക്കും ഒരതിർത്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ കൽപ്പനകള് നിസ്സീമമാണ്. അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത്. അങ്ങയുടെ കൽപ്പനകൾ എൻ്റെ ശത്രുക്കൾ അങ്ങയുടെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ജ്ഞാനിയാക്കുന്നു. എന്തെന്നാൽ അവ എപ്പോഴും എന്നോടൊത്തുണ്ട്. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും കാൾ എനിക്ക് അറിവ് ഉണ്ട്. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. വൃദ്ധരേക്കാൾ എനിക്ക് അറിവുണ്ട്. എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാപങ്ങൾ പിൻവലിക്കുന്നു. അവിടുന്ന് എന്നെ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചില്ല. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. അവ എൻ്റെ നാവിനെ തേനിനേക്കാൾ മധുരമാണ്. അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ അറിവ് നേടി. അതിനാൽ വ്യാജമാർഗങ്ങൾ ഞാൻ വെറുക്കുന്നു. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ ശപഥപൂർവം നിശ്ചയിച്ചു. ഞാൻ അത്യന്തം പീഡിതനാണ്. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. കർത്താവേ, ഞാൻ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ കൈക്കൊള്ളണമേ. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ കാൻഡൻബറിയിലെ വിശുദ്ധ അഗസ്റ്റിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഇംഗ്ലണ്ടിലെ അപ്പസ്തോലനും കാൻഡൻബറിയിലെ പ്രഥമ ആർച്ച് ബിഷപ്പുമായിരുന്നു. വിശുദ്ധ ആൻഡ്രൂവിന്റെ ആശ്രമത്തിൽ നിന്നും
30 പേരെ കൂട്ടി ക്രൂരന്മാരും കാട്ടുജാതിക്കാരുമായ ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കക്കാരുടെ അടുത്തേക്ക് അയച്ചപ്പോൾ, തിരികെ പോരാൻ തുനിഞ്ഞപ്പോൾ തീഷ്ണമതിയായ ഗ്രിഗറി ദൈവനാമത്തിൽ മുന്നോട്ടു പോകുക, കഷ്ടതകൾ എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് വിശിഷ്ടമായിരിക്കും കിരീടം എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയപ്പോൾ സധൈര്യം ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടെ വിജയപഥത്തിൽ എത്തിച്ചു. ധാരാളം ആളുകൾ മാനസാന്തരപ്പെട്ടു. തുടർന്ന് അദ്ദേഹം മെത്രാനാകുകയും തുടർന്ന് ആർച്ച് ബിഷപ്പാകുകയും ചെയ്തു. 8 കൊല്ലത്തെ കഠിനയജ്ഞം കൊണ്ട് ഒടുവിൽ അദ്ദേഹം ദിവംഗതനായി. പ്രിയമുള്ളവരെ, മെത്രാനായ കാന്റർബറിയിലെ വിശുദ്ധ അഗസ്റ്റീന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.